നമസ്കാരം. സ്വർണക്കൊള്ളയിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന ഇടതുപക്ഷം ഇപ്പോ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു നിലംപരിശായി. ആ സ്ഥിതിക്ക് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പെങ്കിലും നഷ്ടപ്പെട്ട ഇമേജ് ആരെ ഇറക്കി കളിച്ചാൽ തിരിച്ചു പിടിക്കാമെന്ന ഗവേഷണത്തിലായിരുന്നു. അത് സ്വാഭാവികമായിരുന്നു ചെന്നു നിന്നത് അച്യുതാനന്ദനിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയ അപ്രതീക്ഷിതമായ മുന്നേറ്റം സിറ്റിംഗ് സീറ്റുകൾ ഉയർത്തുന്ന കനത്ത വെല്ലുവിളിയെ നേരിടാൻ വമ്പൻ നീക്കവുമായാണ് CPM ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അണിയറയിൽ ഇതിനുള്ള നീക്കം തകൃതിയായി നടന്നു കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. അരുൺകുമാർ മത്സരിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തും മലമ്പുഴയിലും BJP വൻ നേട്ടമുണ്ടാക്കിയിരുന്നു. ഇത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഈ രണ്ട് സിറ്റിംഗ് സീറ്റുകളിലും ഇത്തവണ വിജയം ഉറപ്പിക്കുക എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ പ്രതിസന്ധി മറികടക്കാനാണ് BJP ഉയർത്തുന്ന ഭീഷണി നേരിടാനും VS-ന്റെ പൊതുസമ്മതിയും VS ഇഫക്റ്റും വോട്ടാക്കി മാറ്റാനാണ് നേതൃത്വത്തിന്റെ ഗൂഢ നീക്കം. ഇതിനൊപ്പം ആലപ്പുഴയിൽ G സുധാകരനും എതിർപ്പിലാണ്. ഇത് മറികടക്കാൻ കൂടി വേണ്ടിയാണ് ഈ നീക്കമെന്നതാണ് കണക്കുകൂട്ടൽ. ഹാട്രിക് വിജയത്തിന് VS ഫാക്ടർ അനിവാര്യമാണെന്നാണ് CPM തിരിച്ചറിയുന്നുണ്ട്. ആലപ്പുഴയിൽ കായംകുളം മണ്ഡലത്തിനാണ് അരുൺകുമാറിനായി പ്രഥമ പരിഗണന നൽകുന്നത്. നിലവിലെ MLA U പ്രതിഭ 2 തവണ വിജയിച്ച സാഹചര്യത്തിൽ ഇത്തവണ അവർക്ക് ഇളവ് ലഭിച്ചില്ലെങ്കിൽ പകരക്കാരനായി അരുൺകുമാറിനെ പരിഗണിക്കാനാണ് സാധ്യത നിലനിൽക്കുന്നത്. കായംകുളത്തെ BJP-ക്കായി ശോഭ സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് ഈ നീക്കം. VS ദീർഘകാലം പ്രതിനിധീകരിച്ച പാലക്കാട്ടെ മലമ്പുഴ മണ്ഡലവും പരിഗണനയിലുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ ക്ഷീണം മാറ്റാനും മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുവാനും ജനപക്ഷ പ്രതിച്ഛായുള്ള ഇത്തരം സ്ഥാനാർത്ഥി നിർണയങ്ങൾ അനിവാര്യമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മലമ്പുഴയിൽ തദ്ദേശത്തിൽ BJP ഏറെ നേട്ടമുണ്ടാക്കി. കൃഷ്ണകുമാർ മലമ്പുഴയിൽ മത്സരിക്കുമെന്നാണ് BJP നൽകുന്ന സൂചന. ഇതുകൂടി പരിഗണിച്ചാണ് നീക്കം. നിയമസഭയിൽ CPM-ന്റെ കുത്തക സീറ്റാണ് മലമ്പുഴ. IHRD അസിസ്റ്റന്റ് ഡയറക്ടറായ അരുൺകുമാറിന് മത്സരിക്കണമെങ്കിൽ ഔദ്യോഗിക പദവി രാജിവെക്കേണ്ടതുണ്ട്. കൂടാതെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നും പാർട്ടി നിർദ്ദേശിക്കുന്നുണ്ട്. പാർട്ടി അംഗത്വമല്ലെങ്കിലും സ്ഥാനാർത്ഥിയാകുന്നതിന് തടസ്സമില്ല. വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഔദ്യോഗികമായി ആരും തന്നെ സമീപിച്ചിട്ടില്ല എന്നാണ് അരുൺകുമാറിന്റെ പ്രതികരണമുണ്ടായത്. അനൌദ്യോഗിക ചർച്ചകൾ സജീവമാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഔദ്യോഗിക നടപടികളിലേക്ക് പാർട്ടി ഇതുവരെയും കടന്നിട്ടില്ല. അരുൺകുമാർ മുമ്പ് പാർട്ടി അംഗമായിരുന്നു. അന്ന് VS-നെ വേദനിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾ അരുൺകുമാറിന്റെ പ്രവർത്തന മണ്ഡലം ആലപ്പുഴയിൽ നിന്ന് മാറ്റിയത് അന്ന് വളരെ വിവാദമായിരുന്നു. ഇനി എന്തായാലും അരുൺകുമാറിനെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും നഷ്ടപ്പെട്ടു പോയ, അതായത് സ്വർണ്ണക്കൊള്ളയിലൂടെ നഷ്ടപ്പെട്ടു പോയ മുഖം തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇടതുപക്ഷം.